മറക്കില്ല, ചത്താലും ഞാനത് മറക്കില്ല. ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോലച്ചു. രവീന്ദ്രൻ സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പല്ലവിക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അബിയെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക്. ഇത് ആര് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാ മാഡം. സോറി. ബോർഡിംഗ് ടൈം ആയി. ഷാൽ വി മൂവ് മിസ്സസ് അഭിമന്യു പിള്ളെ? അഭിമന്യു പിള്ളെ? എടാ, ഒന്നിനും കൊള്ളാത്തവനെ, ഒരു ചെരുപ്പ് തുന്നാൻ പോലും അറിയാത്ത നിനക്ക് ഈ ചെരുപ്പിന്റെ വില എന്താണെന്നറിയൂ? ഛേ, അല്ല, 1.5 ലക്ഷത്തിന്റെ ലൂയി വിറ്റോൺ എടുത്ത് നിന്റെ കയ്യിൽ തന്ന എന്നെ ഇതേ ചെരുപ്പ് കൊണ്ട് തന്നെ അടിക്കണം. ഷോറൂമിൽ കൊണ്ടുപോയി നേരെയാക്കാൻ പറഞ്ഞ ഏതോ തെരുവിലെ കടയിൽ ചെന്ന് നേരെയാക്കി കൊണ്ടുവന്നിരിക്കുന്നു. എടാ വിവരമില്ലാത്തവനെ, ഇതൊക്കെ ഞാൻ എങ്ങനെയാ നാളത്തെ ഫംഗ്ഷൻ ഇടുന്നത്? ഛേ! അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ചെരുപ്പെടുത്ത് മരുമകൻ അഭിമന്യുവിന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യം പ്രകടിപ്പിച്ചു മാലിനി എന്ന അവന്റെ അമ്മായിയമ്മ. ഒരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് ഇത് നേരെയാക്കിട്ട് വരാം. ഇപ്പൊ അങ്ങ് ഒലത്തും. ഓടാ, പോയി എല്ലാവർക്കും ജ്യൂസ് എടുത്തോണ്ട് വാ. അഭിമന്യുവിനെതിരെ നടന്ന ഈ അനീതിയെ ദൂരെ നിന്ന് കാണുകയായിരുന്നു അവിടുത്തെ വേലക്കാരി കനകം. മോൻ അവരുടെ കോലം കണ്ടില്ലേ? ചെറിയ പിള്ളേരെ പോലെ മിനുക്കി തേച്ച് നടക്കുന്നു. നമ്മളെപ്പോലെ അധ്വാനിച്ച് സമ്പാദിച്ചവരല്ലാത്തതുകൊണ്ട് ആളുകളെ ബഹുമാനിക്കാൻ അറിയില്ല. ഭർത്താവിന്റെ കാശിൽ അഹങ്കരിച്ച് നടന്നാൽ അതൊക്കെ എങ്ങനെ മനസ്സിലാവാന്? മോൻ ഈ വീട്ടിലെ മരുമകന്, എന്നിട്ട് അവരുടെ പെരുമാറ്റം കണ്ടില്ലേ? ഈ കഷ്ടപ്പാടൊക്കെ നീ എന്തിനാ സഹിക്കുന്ന മോനെ? ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും കണ്ടിരുന്നെങ്കിൽ അവർക്ക് സഹിക്കൂ. അതിന് അവരിവിടെ ഇല്ലല്ലോ. പോട്ടെ ചേച്ചി, രവീന്ദ്രൻ സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പല്ലവിക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് ഇടറിയ ശബ്ദത്തിൽ നിസ്സംഗമായി അഭിമന്യു കനകത്തിനോട് പറഞ്ഞു. സാരമില്ല മോനെ, എല്ലാം നേരെയാവും. ആ ജോത്സ്യം പറഞ്ഞത് കേട്ടില്ലേ? നാളെ നിന്റെ ജീവിതം മാറാൻ പോവാന്ന്. നിന്റെ ജാതകത്തില് രാജയോഗമുണ്ട്. ഒന്നുഷാറാക്കാൻ കമലം പറഞ്ഞപ്പോൾ കേൾക്കാനൊക്കെ രസമുണ്ട്. സത്യാ മോനെ, ഇത് നടന്നിരിക്കും. മോനെ, നാളെ നിന്റെ പിറന്നാളല്ലേ? പല്ലവി മോൾക്കത് അറിയോ? എന്ന നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് പിറന്നാളോ? ഞങ്ങളുടെ കല്യാണ നാൾ വരെ അവള് മറന്നിട്ടുണ്ടോ? മറക്കില്ല, ചത്താലും ഞാനത് മറക്കില്ല. ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോലച്ചു. കണ്ണിൽ കോപത്തോടെ തന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പല്ലവി. ശരി, പോട്ടെ. അങ്ങേർക്ക് വിവരമില്ലെന്ന് വിചാരിക്കാം. ഇവൻ എന്തിന്റെ സൂക്കേടാ? കാണാൻ കൊള്ളാവുന്ന ഒരു കാശുള്ള പെണ്ണിനെ കിട്ടിയപ്പോ ബാക്കിയുള്ള ജീവിതം അവളുടെ വീട്ടില് മണവാളം കളിച്ച് തീർക്കാന്ന് കരുതി വന്നിരിക്കുന്നു. നോണം കെട്ടവൻ. അപ്പോൾ അവളുടെ ആൺ സുഹൃത്ത് ഒരുവൻ, അത് വിടു പല്ലവി. 6 മാസങ്ങൾക്ക് മുൻപ് പല്ലവിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാത്ത അഭിമന്യു ഞെട്ടലിൽ ഒരു ശില പോലെ നിന്നു. വേറെ വഴിയില്ലാതെ കല്യാണ ദിവസം മുതൽ പല്ലവിയുടെ വീട്ടിൽ കാശ് വാങ്ങാതെ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരനെ പോലെ അവൻ ജീവിക്കാൻ തുടങ്ങി. എടി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്താ പോരെ? അത് അത്രയ്ക്ക് എളുപ്പമല്ല. ഞാൻ അങ്ങനെ കയറി അവനെ ഡിവോഴ്സ് ചെയ്താ അച്ഛന്റെ സ്വത്തിൽ ഒരു തരി എനിക്ക് കിട്ടില്ല. കാരണം ഈ കല്യാണം അങ്ങേര് ഉറപ്പിച്ചതാ. അപ്പോ ഇതാണോ ഇനി നിന്റെ വിധി? അല്ല, 3 ദിവസത്തിന് ശേഷം അമേരിക്കയില് 200 കോടി പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ പോവല്ലേ. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ പിച്ചക്കാരനെ ഞാൻ വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കറി. നീ കണ്ടോ? എന്നു പറഞ്ഞ കോപത്തോടെ പല്ലവി ഒരു ഷോട്ട് കുടിച്ചു. പിറ്റേ ദിവസം ധൃതിയിൽ പല്ലവി തന്റെ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കെ അബി തന്റെ പിറന്നാളിന് പോയതിന് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവളുടെ അച്ഛൻ വളരെ ഹാപ്പിയായി ആ വീട്ടിലേക്ക് കയറി വന്നു. മോനെ, എടാ മരുമോനെ. ഈ കുടുംബത്തിൽ തന്നെ മരുമോനെ എന്ന് വിളിക്കുന്ന ഏക വ്യക്തി അദ്ദേഹം ആയതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വന്ന് അവൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ. ഒരാളെങ്കിലും ഇത് ഓർമ്മിച്ചു വെച്ചുവല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അബി. ചേച്ചി, ഇവന്റെ ബർത്ത്ഡേ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരും. ഓ, കൊണ്ടുവരാൻ സാർ. പല്ലവി വിഷ് ചെയ്തോ? ആ, ചെയ്തിരുന്നു. അബിയുടെ ആ സന്തോഷം ഒരു നിമിഷം പോലും നിലനിന്നില്ല. സാർ, ഇതിൽ കേക്കൊന്നും ഇല്ലല്ലോ. ശ്രദ്ധിച്ചു നോക്ക് ചേച്ചി, അത് അവിടെ തന്നെ ഉണ്ട്. ഇല്ല സാർ, ഇവിടെ കേക്കൊന്നും കാണുന്നില്ല. ഇല്ലേ? വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണല്ലോ. എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ രവി കണ്ടത്
ആ കേക്ക് കഴിക്കുന്ന അവരുടെ വീട്ടിലെ ടിനോ എന്ന പട്ടിയെയാണ്. അത് കണ്ട് ദേഷ്യം വന്ന രവി മാലിനി, മാലിനി, ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ജാനകി ഫോണിൽ സംസാരിക്കുന്നു എന്ന് അഭിനയിച്ച് ഒരു അഹങ്കാരത്തോടെ അവരുടെ മുന്നിലേക്ക് വന്നു. ഇവന്റെ പെരുന്നാളിന് മേടിച്ച കേക്ക് ആരാ ടിനോയ്ക്ക് കൊടുത്തത്? അയ്യോ, മരുമോൻ സാറിന്റെ പിറന്നാളായിരുന്നോ ഇന്ന്? അയ്യോ, ഇതറിയാതെ ഞാൻ ഈ കേക്ക് ആ ടിനോന് കൊടുത്തല്ലോ എന്ന് മാലിനി കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ എന്താ ചേട്ടാ, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്ക് മേടിച്ചൂടെ മരുമോന്? ഞാൻ വിചാരിച്ചു ഇത് പട്ടിക്കെങ്ങാനും കൊടുക്കാൻ മേടിച്ചാണെന്ന്. ദേഷ്യത്തിൽ ചുവന്ന കണ്ണുകളുമായി അവളെ നോക്കി നിൽക്കുന്ന രവികുമാർ. ഇദ്ദേഹത്തെ പോലൊരു മഹാന്. എടീ, അങ്കിൾ, ഞാൻ കാരണം നിങ്ങൾ ഒരിക്കലും തല്ലുകൂടാൻ പാടില്ല. അങ്കിൾ വിഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അഭി രവിചന്ദ്രന്റെ അനുഗ്രഹം മേടിക്കുന്നു. അവനെ അയാൾ ഒരു വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അതേ സമയത്ത് തന്നെ അഭിയുടെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു. ജീവിതത്തിൽ ആദ്യമായി തനിക്ക് അവൾ ഒരു മെസ്സേജ് അയച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവളെ കാണാൻ വേണ്ടി അയാൾ ചെല്ലുന്നു. തന്റെ പിറന്നാൾ അവൾ ഓർമ്മിച്ച് എന്തോ സർപ്രൈസ് തരാൻ വിളിച്ചതാണെന്ന് കരുതി അവൻ സന്തോഷിക്കുന്നു. വഴിയിൽ അവൾക്കൊരു ഫ്ലവർ ബൊക്കെ നൽകുന്നതിന് വണ്ടി നിർത്തി അഭി ഇറങ്ങുന്നു. ആ സമയത്ത് അവന് മറ്റൊരു ഫോൺ കോൾ വരുന്നു. പല്ലവിയുടെ സഹോദരനാണ് അവനെ വിളിക്കുന്നത്. എടാ, ഒരു പണിയുമില്ലാത്ത നിനക്ക് 2 ചെരുപ്പ് തയ്ച്ചിട്ട് വരാൻ 2 ദിവസം വേണം. നിന്നെപ്പോലെ ഒരുത്തനെ പിടിച്ച് എന്റെ പെങ്ങളെ കെട്ടിച്ച തന്തയെ പറഞ്ഞാൽ മതിയല്ലോ. അത് കേട്ട് ദേഷ്യം വന്ന അഭി നോക്ക്, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. എടാ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. അതുപോലും മനസ്സമാധാനമായിട്ട് ആഘോഷിക്കാൻ സമ്മതിക്കാതെ എന്തിനാ നീ നിന്റെ അമ്മയെ എന്നെ ഇങ്ങനെ പെടാപ്പാടുപെടുത്തുന്നത്? എടാ, ഒരു പ്രായം കഴിഞ്ഞ ബർത്ത്ഡേ നന്നായി സമ്പാദിച്ചവരും ലൈഫിൽ സെറ്റിലായവരും ഒക്കെ മാത്രമേ ആഘോഷിക്കാറുള്ളൂ. നിന്നെപ്പോലെ ഭാര്യയുടെ വീട്ടിൽ ഓസിന് ചോറും കറിയും അടിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാർക്ക് എന്തിനാ ഇത്തരം ആഘോഷങ്ങളൊക്കെ? മര്യാദയ്ക്ക് പോയി ചെരുപ്പ് തയ്ച്ചു വാ. 2 എക്സ്ട്രാ പീസ് ചോറിൻ്റെ കൂടെ തരാൻ ഞാൻ പറയാം. അതല്ല 4 കഷ്ണം വേണമെങ്കിൽ അതും തരാം. ഇത് മതിയാവില്ലേ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്? പോയി ആ ചെരുപ്പ് തയ്ച്ചിട്ട് വാടാ. കളിയാക്കി പല്ലവിയുടെ സഹോദരൻ ഫോൺ വെച്ചപ്പോൾ ഒരു നിമിഷം ദേഷ്യത്തിൽ തന്റെ അമ്മായിയമ്മയുടെ ചെരുപ്പെടുത്ത് ദേഷ്യത്തോടെ റോട്ടിൽ വലിച്ചെറിയാൻ അഭി ശ്രമിക്കുന്നു. പക്ഷേ ചെയ്യുന്നില്ല. ചേട്ടാ, ഇതെവിടെ ഇരിക്കട്ടെ, ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്തോളാം. ശരി. പല്ലവിയെ കാണാനുള്ള ഉത്സാഹത്തിൽ അഭി അവളുടെ ഓഫീസിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാർ വന്ന് ആ ബൈക്കിലിടിച്ചു. ആ കാറിൽ നിന്നും പുറത്തു വന്ന അവളുടെ ഫ്രണ്ട് തന്റെ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടി അഭിയോട് ആവശ്യമില്ലാതെ ചൂടാവുന്നു. നിനക്കെന്താടാ കണ്ണ് കണ്ടൂടെ? നിന്റെ പാട്ട വണ്ടി കൊണ്ടുവന്നിരിക്കാൻ എൻ്റെ കാറേ കിട്ടിയുള്ളൂ. നീ കാരണം എൻ്റെ വണ്ടിയിൽ സ്ക്രാച്ച് വീണു. അലവലാതി. അതും പറഞ്ഞ് ദേവ ചൂടായപ്പോൾ അഭിക്ക് വല്ലാതെ ദേഷ്യം വന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവിടെ മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മാറ്റിയാൻ. അതിന് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും ചൂടാവേണ്ടത് ഞാനാ എന്ന് പറഞ്ഞ് അഭിയെ ഒന്ന് കണ്ണോടിച്ച് അവൻ നോക്കി. ഒന്ന് ചൂടായി നോക്ക്. കാണാൻ ഒരു പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന നിന്നെയൊക്കെ ആരടാ നിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്? ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഓടാ ഇവിടുന്ന്. ഇത്രയൊക്കെ നടന്നിട്ടും തന്റെ കോപത്തെ മൊത്തം ഒതുക്കി പല്ലവിയെ കാണാൻ വേണ്ടി അഭി ലിഫ്റ്റിൽ കയറി ചെല്ലുന്നു. എന്റെ ആ നെക്ലസ് കാണുന്നില്ല. എവിടെ പോയിന്നറിയില്ല. അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല, ഞാൻ മുഴുവൻ നോക്കിയതാ. മിക്കവാറും ഇത് അത് ചെയ്തതാവും. അഭി, മര്യാദയ്ക്ക് പറഞ്ഞു, ഈ ബോക്സിലുണ്ടായിരുന്ന ചെയിൻ എവിടെ? എനിക്കറിയില്ലെന്ന് മാത്രം മൊഴിയണ്ട. പല്ലവി പറഞ്ഞത് കേട്ട് അഭിയുടെ മുഖം മാറി. എനിക്കെങ്ങനെ അറിയാനാ? ഈ അഭിനയൊക്കെ അങ്ങ് വീട്ടിൽ മതി. ചെയിൻ വേണമെന്ന് പറഞ്ഞപ്പോ 1 സെക്കൻഡിൽ നീ അത് എനിക്ക് എടുത്തു തന്നു. നിന്നെയും വിശ്വസിച്ച് അതൊന്ന് തുറന്നു നോക്കുപോലും ചെയ്യാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ നോക്കുമ്പോ ചെയിനും ഇല്ല, ഒന്നുമില്ല. നീയാ എടുത്തതെന്ന് എനിക്കറിയാം. അത് തിരിച്ചതാ. പല്ലവി, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല പല്ലവി. അത് സഫേർ ജെയിംസ് പതിച്ച കോസ്റ്റ്ലി ചെയിനാ. US-ലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുവരുള്ളതായിരുന്നു. അതുമാത്രമല്ല, അതൊരു ലക്കി ചെയിനാ. മര്യാദയ്ക്ക് തിരിച്ചതാ. പല്ലവി പ്ലീസ്, എല്ലാവരും നോക്കുന്നുണ്ട്. ഷർട്ടിന്റെ കോളറിൽ നിന്ന് കൈയെടുക്ക്. ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവളുടെ അടുത്ത് അവൻ കെഞ്ചി. കൈയെടുക്കാൻ പറ്റില്ല. നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ എന്റെ മാനം പോയിക്കൊണ്ടിരിക്കുക. നിന്നെ പോലൊരുത്തനെ കല്യാണം കഴിച്ചത് എനിക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണെന്ന് ഓൾറെഡി ഇവിടെ ഒരു ഗോസിപ്പ് പരന്നു കഴിഞ്ഞു. മതി. എന്റെ അച്ഛൻ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിന്നെ കല്യാണം കഴിച്ചതും മതി. ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കുന്നതും മതി. പല്ലവി അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന പല്ലവിയുടെ ഫ്രണ്ട്. പല്ലവി, എന്താ പ്രശ്നം? ഇവൻ എന്തിനാ നിന്നോട് സംസാരിക്കുന്നത്? വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ആരാടാ ഇവൻ? അങ്ങനെ പറയാനുള്ള ക്വാളിറ്റി ഒന്നും ഇവനില്ല. എനിക്ക് പോവാൻ 1 മണിക്കൂർ കൂടിയേ സമയമുള്ളൂ. അതിനുള്ളില് എനിക്ക് ചെയിൻ കിട്ടിയിരിക്കണം.
പറഞ്ഞില്ലെന്ന് വേണ്ട. പല്ലവി, ഡോണ്ട് വറി ഡിയർ. നീ അമേരിക്കയിലേക്ക് പോയി വരുമ്പോൾ നിനക്ക് ഇതുപോലെ ഒരെണ്ണം ഞാൻ പ്രൊവൈഡ് ചെയ്യും. നിനക്ക് നന്നായി ചേരുന്ന ഒരെണ്ണം. ദേവ പല്ലവിയുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി വരുന്നത് കണ്ട് അബി മനസ്സുടഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. അതെന്താടാ നിന്റെ കയ്യിൽ? ചുമ്മാ ഒന്ന് നോക്കട്ടെ. നമുക്ക് താടാ. ഇതെന്തിനാ? പിറന്നാൾ ആശംസകൾ സ്വീകരിക്കാൻ വന്നവൻ കള്ളൻ എന്ന പട്ടത്തോടെ തിരിഞ്ഞു നടന്നു. പാർക്കിങ്ങിൽ ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ നിന്നിരുന്ന അവന് കനകത്തിന്റെ ഫോൺ വരും. ഹലോ. മോനെ, ആ ചെയിൻ ഇവിടെ എവിടെയില്ല. ഇനിയിപ്പോ നീ എന്ത് ചെയ്യും മോനെ? എന്ന് ചോദിച്ച കനകത്തോട് എനിക്കറിയില്ല ചേച്ചി. ഒരു പാപമായി അബി പറഞ്ഞു. എന്റെ താലി ചെയിൻ തന്നു കഴിഞ്ഞാൽ അത് വെച്ച് മറ്റേ ചെയിൻ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? കമലം സഹായിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ തളർന്നിരുന്ന് കരഞ്ഞുപോയി. മോനെ, മോനെ, മോനെ. ചേച്ചി, അങ്ങനെ ചോദിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് മതി ചേച്ചി. ഇത് ഞാൻ നോക്കിക്കോളാം. ശരി മോനെ. പല്ലവി ദേഷ്യത്തിൽ അവളുടെ ചെയറിൽ ഇരിക്കുന്നു. അവളുടെ ചുറ്റും അവളുടെ ഫ്രണ്ട്സും നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലവിയുടെ ഫ്രണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വാശി പിടിക്കല്ലേ പല്ലവി. ചെക്ക് ഇൻ ചെയ്യാൻ ഇനി അരമണിക്കൂർ പോലും ഇല്ല. അവൻ ഈ സമയം കൊണ്ട് അതൊക്കെ വിറ്റിട്ടുണ്ടാവുന്നേ. അതെ പല്ലവി, അവൻ പറയുന്നത് കേക്ക്. അമേരിക്കൻ യാത്ര അത്രയ്ക്ക് ഇമ്പോർട്ടന്റാ. തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം. സമയായില്ലേ, പോവാൻ നോക്ക് പല്ലവി. എല്ലാവരും പറഞ്ഞപ്പോൾ പകുതി മനസ്സോടെ സ്യൂട്ട് കേസ് എടുത്ത് യാത്രയാകുന്നു പല്ലവി. ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് നിർത്ത്. എന്തുപറ്റി? അവന്റെ വണ്ടി കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. ഇടിച്ച് നുറുക്കടാ. പല്ലവി കോപത്തോടുകൂടി പറഞ്ഞപ്പോൾ പല്ലവിയുടെ സുഹൃത്ത് വേഗത്തിൽ വണ്ടി ഓടിച്ച് അവന്റെ ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുന്നു. പെട്ടെന്ന് എതിരെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് കാർ നിർത്തുന്നു. എന്താടാ നായെ കാണിക്കുന്നേ? എന്ത് ധൈര്യത്തിലാ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയത്? നിനക്ക് ഓഫീസിൽ തന്നെ നല്ല സ്വീകരണം തരേണ്ടതായിരുന്നു. നീ എന്തൊലത്തോന്നാ? എന്റെ ഭാര്യയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കാൻ നീ ഏതാളാ? നിനക്ക് ശരിക്കും ഒരു സ്വീകരണം ഞാൻ തരുന്നുണ്ട്. ഇത് കണ്ടോ പല്ലവി? നീ ചെയിൻ കട്ടോണ്ട് പോയിട്ട് അവന്റെ മെക്കിട്ട് കയറുന്നോ? നിനക്കൊക്കെ എന്ത് യോഗ്യതയുള്ളത്? കണ്ടോ പല്ലവി? ഇവൻ തന്നെയാ ചെയിൻ മോഷ്ടിച്ചത്. ആശ്ചര്യത്തോടു കൂടി നിന്ന പല്ലവിയുടെ കയ്യിൽ അവൻ അത് വെച്ചു കൊടുക്കുന്നു. നീ ഒരു ടെൻഷനും ഇല്ലാതെ അമേരിക്കയിൽ പോയി മീറ്റിംഗ് ഒക്കെ തീർത്തിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഇവന്റെ ഒക്കെ അടുത്ത് വർത്തമാനം പറഞ്ഞു നിന്ന് ടൈം വേസ്റ്റ് ചെയ്യല്ലേ പല്ലവി. ഫ്ലൈറ്റിന് സമയമായി, പോവാം. എടാ, വേണ്ടത് കിട്ടി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കണം. ഞാൻ എൻ്റെ ഭാര്യയുമായി സംസാരിക്കാം. ഇനി നീ വാ തുറന്ന. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പല്ലവി. നീ ഇന്ന് യു എസിലേക്ക് എന്തായാലും പോയിരിക്കും. സമാധാനമായിട്ട് പോയിട്ട് വാ. ഡോൺ പറയും. ബൈ. അബിയെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക്. ട്രാഫിക്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിമാനത്താവളത്തിലെത്തിയെങ്കിലും അകത്തേക്ക് കയറിയ അവൾക്ക് ആ വിമാനം യാത്ര തുടങ്ങി എന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെല്ലാം കാരണം ആ അബിയ. പല്ലവി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങള് പല്ലവിയല്ലേ? യെസ്. നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായി. മാഡം വിഷമിക്കണ്ട. പിള്ളേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. വാട്ട്? മേ സീ യുവർ പാസ്പോർട്ട്? ഷുവർ. പാസ്പോർട്ട് എടുത്തപ്പോൾ അബി മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ മാല അതിന്റെ കൂടെ കണ്ട് പല്ലവി ഞെട്ടുന്നു. അബി എടുത്തു എന്ന് പറയുന്ന ചെയിനും ഇപ്പോൾ കിട്ടിയ ചെയിനും ഒരുമിച്ച് കണ്ടപ്പോൾ എങ്ങനെ രണ്ട് ചെയിൻ വന്നു? പല്ലവിയുടെ കയ്യിലുള്ള 2 ചെയിനുകളെയും കണ്ട് ആ എയർപോർട്ട് സ്റ്റാഫ് ഓ, അപ്പൊ നിങ്ങളാണല്ലേ ആ ലക്കി ലേഡി? ഇതൊരു ലിമിറ്റഡ് എഡിഷൻ സഫയർ മാലയാ. കുറച്ചു നേരം മുൻപാ ഇത് സൂറത്തിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇത് വന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. ഇത് ആര് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാ മാഡം. സോറി. ബോർഡിംഗ് ടൈം ആയി. ഷാൽ വി മൂവ് മിസ്സസ് അഭിമന്യു പിള്ളേ? അഭിമന്യു പിള്ളേ? ഹാപ്പി ബർത്ത്ഡേ സർ, വെൽക്കം ടു ദി ഫാമിലി. ഇത് അങ്ങേക്കുള്ള ഗിഫ്റ്റാണ് സർ, പ്ലീസ്. അത്ര വലിയ സന്തോഷമൊന്നുമില്ലാതെ അബി ആ കാറിൽ കയറിയിരുന്നു.
എന്നിട്ട് തന്റെ പേഴ്സ് എടുത്ത് അതിലുള്ള അമ്മയുടെയും പല്ലവിയുടെയും ഫോട്ടോ അവൻ നോക്കുന്നു. പല്ലവി ഫ്ലൈറ്റ് കയറിയോ? ഇല്ല. എന്താ? പെട്ടെന്നൊന്ന് എൻട്രൻസ് ഗേറ്റ് വരെ വാ. എന്തിന്? അർജന്റാ, പെട്ടെന്ന് വാ. ശരി, വരാൻ. എയർപോർട്ട് എൻട്രൻസ് നോക്കി ഓടുന്ന പല്ലവി. അവിടെ അവൾ കണ്ടത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്ന്. ചെരുപ്പ് തയ്ക്കാൻ പറഞ്ഞ അമ്മായിയമ്മ മരുമകന്റെ കാലിന്റെ മുന്നിൽ വീണപേക്ഷിക്കുന്ന കാഴ്ച എല്ലാവരും കാണുന്നു. അതുമാത്രമല്ല, താലി വാങ്ങാൻ പോലും കാശില്ല എന്ന് പറഞ്ഞ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്ങനെ സംഘടിപ്പിച്ചു? ബെൻസ് കാറിന് സ്വന്തക്കാരനായ ഒരുത്തൻ ഒരു പിച്ചക്കാരനായി അഭിനയിച്ചത് എന്തിന്? US യാത്രയാവേണ്ട ഒരു ഫ്ലൈറ്റ് പോലും ആ പിച്ചക്കാരന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്തിന്? ആരാണ് ഈ അഭിമന്യു പിള്ളை?